ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റർ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടെ കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കുഴിമന്തിയാണ്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ബീഫ് വേവിക്കാം. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് ആദ്യം നമുക്ക് വേവിക്കാം. ഒരു 4 ഫിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ വേറൊരു പാനിലെടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അത് ഉരുക്കി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ട് വറുത്ത് കോരി എടുക്കണം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുരുമുളകനും നമ്മൾ ഉള്ളിയില്ലേ, നീളത്തിൽ അരിഞ്ഞു വെച്ച ആ ഉള്ളിയും കൂടെ വറുത്ത് കോരി എടുക്കേണ്ടതാണ്. നല്ലോണം വറുത്തെടുക്കണം. എന്നിട്ട് ആ നെയ്യ് അത് മാറ്റി വെക്കണം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ദം ഇടത്തില്ലേ, അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമാണ്. പിന്നെ വേറൊരു ഉരുളി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഉള്ളിയാണ് എടുത്തത്. ആദ്യം ആ ഉള്ളി തന്നെ നമ്മൾ കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്ത്, പിന്നെ നമ്മൾ ബാക്കി വന്ന ഉള്ളി നമ്മൾ ബിരിയാണി വയ്ക്കാനുള്ള കറി സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നതിന് ശേഷം 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തായിരുന്നു. നിങ്ങൾ ബീഫ് എടുക്കുന്ന പോലെ ഇരിക്കും. ഞാൻ ഇവിടെ 1 കിലോ അരിയാണ് എടുത്തത്. അപ്പം അതനുസരിച്ച് നമുക്ക് ഗ്രേവി വേണ്ടേ. അങ്ങനെ അതിൻ്റെ ഒരു പച്ചമണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അതിൽ താടിയിൽ പിടിക്കുന്നുണ്ട്, അപ്പം ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ 2 പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി എല്ലാം ഇടാം. മുളക് പൊടി ഞാൻ എടുത്തത് 1.5 സ്പൂണാണെന്ന് തോന്നുന്നു. 1.5 സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി 2 സ്പൂൺ. കുഞ്ഞു സ്പൂണിലാണ് ഞാൻ എടുത്തത്. ഈ കുഞ്ഞു സ്പൂൺ കണ്ട, ഈ കുഞ്ഞു സ്പൂണിലാണ് ഞാൻ എടുത്തത്. പിന്നെ ബിരിയാണി മസാല നമ്മൾ 3 സ്പൂണാണ്ട്. 3 സ്പൂൺ ബിരിയാണി മസാല നമ്മൾ ഇട്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ്ടേ, അതുവരെ നമുക്ക് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ഗ്രേവി എല്ലാം നല്ലതുപോലെ ബീഫിൽ പിടിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മളിതിൽ സ്മോക്കോ ഇത് എന്തുമായിരുന്നു, മാഗി ക്യൂബ് ഒന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചായിരുന്നു, ഒരു ഗ്രേവി ടൈപ്പ് പോലെ വരാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മൾ ദം ഇതിലല്ലേ ഇടുന്ന, അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ റൈസ് വേവിച്ച് വെച്ചില്ല എന്നാ, ആ റൈസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് നമ്മൾ തട്ടിയിട്ട് കൊടുക്കുക. നമ്മൾ റൈസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യല്ല. അങ്ങനെ നമ്മൾ റൈസ് എല്ലാം തട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇടാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്യില്ലേ, ഇതെല്ലാം വറുത്തെടുത്ത് ആ നെയ്യും കൂടെ ഒഴിച്ചാൽ നല്ലൊരു അടിപൊളി ഒരു ഫ്ലേവറാണ്. എന്നിട്ട് ഇത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കണം. അപ്പോഴേ നല്ലതുപോലെ സെറ്റ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടും പെട്ടെന്ന് പോയി തുറന്നു നോക്കല്, കുറച്ചു നേരം അങ്ങനെ തന്നെ വെച്ചിരിക്കണം. അതിന് ശേഷമേ ഇങ്ങനെ നമുക്ക് ഇളക്കാവും. അത് മിക്സ് ചെയ്യുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യണം.
എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. ഇല്ല ഒരുമാതിരി ഇളക്കിയ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല. അപ്പം നല്ലതുപോലെ മിക്സും ചെയ്യണം. പിന്നെ എന്തുവാണ്, പെട്ടെന്ന് പോയി തുറന്നു നോക്കുകയും ചെയ്യില്ല. ദമ്മിട്ടിട്ട് തീ ഓഫ് ചെയ്താലും പെട്ടെന്നൊന്നും പോയി തുറന്നു നോക്കില്ല. ഒരു കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ പോയി തുറക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുക. അങ്ങനെ വാഴയിലയിലാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ വാഴയിലയിൽ കുറച്ച് ബീഫ് കുഴിമന്തി ഇട്ടു. പിന്നെ നമുക്ക് സൂപ്പ് ഉണ്ടായിരുന്നു, ബീഫ് സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസ് നമ്മൾ അടിച്ചു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ സലാഡും അച്ചാറുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈസ്റ്റർ ഫുഡ്. അങ്ങനെ കുറച്ച് മയോണൈസ് എടുത്തു, പിന്നെ പപ്പടവും വെച്ചു, പിന്നെ അച്ചാറും പിന്നെ സലാഡും നമ്മൾ വെച്ചു. ഇനി അമ്മക്ക് കഴിക്കാം. ഇച്ചിരി മയോണൈസും കുറച്ച് സലാഡും പിന്നെ കുറച്ച് അച്ചാറും പിന്നെ ഒരു പീസ് പപ്പടവും കൂടെ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഒരു കൊച്ചു പീസ് ബീഫിൻ്റെ കഷ്ണവും കൂടെ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കഴിക്കണ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മളും അപ്പുറത്തെ കുഞ്ഞു പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ ട്യൂഷന് എൻ്റെ അടുത്ത് വരുന്ന പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.